അമ്മുവിൻ്റെ പിതാവിനോട് തത്സമയം സംസാരിക്കുകയാണ്. കേൾക്കാമല്ലോ അല്ലേ? ഈ 3 സഹപാഠികൾക്കെതിരെ താങ്കൾ പ്രിൻസിപ്പലിന് പരാതി നൽകിയല്ലോ, അതിന്മേൽ എന്തായി നടപടി? നൽകിയിരുന്നു. അതിലെന്തായി നടപടി? അതിൽ പ്രിൻസിപ്പൽ അവർക്ക് മെമ്മോ കൊടുത്തിരുന്നു. വേറെ നടപടിയൊന്നും എടുത്തിട്ടില്ല. പ്രിൻസിപ്പൽ മെമ്മോ കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ എന്താണ് താങ്കൾ പറയുന്നത്? എൻ്റെ മകളുടെ ജീവന് ഭീഷണിയാണെന്ന് തന്നെയാണ് ആ പരാതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവർ കാരണം എൻ്റെ മകളുടെ ജീവന് ആണെന്ന് വ്യക്തമായിട്ട് ഞാൻ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടുള്ളത്. അത് നേരത്തെ തന്നെ അമ്മു വീട്ടിൽ പറഞ്ഞിരുന്നോ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നും 3 വിദ്യാർത്ഥികൾ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നു? ഉപദ്രവിക്കുന്ന അമ്മു ഏകദേശം 1 മാസത്തോളമായിട്ട് അമ്മുവിനെ ഉപദ്രവിക്കുന്ന കാര്യം അമ്മു ഡെയിലി ഇവിടെ വന്ന് പറയാം. അതനുസരിച്ചാണ് ഞാൻ പ്രിൻസിപ്പലിനെ ഈ പരാതിയും കൊടുത്തു. പിന്നെ പ്രിൻസിപ്പലിൻ്റെ വാട്സാപ്പിലും മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ പ്രിൻസിപ്പലിൻ്റെ ഫോണിലും സംസാരിച്ചിരുന്നു. അന്നേരം പ്രിൻസിപ്പൾ അത് ആക്ഷൻ എടുക്കാമെന്നാണ് പറഞ്ഞത്. ആക്ഷൻ എടുത്തിട്ടുണ്ടോ? വല്ല ആക്ഷനും എടുത്തിട്ടുണ്ടോ? മെമ്മോ കൊടുത്തു എന്നല്ലാതെ അതിലപ്പുറം ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ താങ്കളുടെ മനസ്സിലാക്കൽ? മെമ്മോ കൊടുത്തു അവർക്ക്, തീർച്ചയായിട്ടും. ഈ സഹപാഠികളാണോ അതോ സീനിയർ വിദ്യാർത്ഥികളാണോ? ഏത് തരത്തിൽ ഉപദ്രവിച്ചു എന്നാണ് അമ്മു പറഞ്ഞിരുന്നത്? സഹപാഠികളാണ്. ഈ സഹപാഠികൾ രാത്രി നിരന്തരമായിട്ട് എൻ്റെ കുഞ്ഞിന് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. അതിന് മൈഗ്രെയിൻ ഉണ്ട്, പിന്നെ അതിന് സ്കോളിയോസിസ് ഉണ്ടായിരുന്നു, അത് നടുവേദന ഉണ്ടായിരുന്നു. അന്നേരം ഇവള് മരുന്ന് കഴിച്ച് കിടക്കുമ്പോൾ ഈ കുട്ടികൾ റൂമിൽ ചെന്ന് തട്ടി വിളിക്കുകയും കട്ടിൽ പിടിച്ച് മാറ്റുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചീത്ത വിളിക്കുകയും, അത് അഞ്ജന എന്ന് പറയുന്ന കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് ആ രീതിയിൽ. പിന്നെ വാഷ്റൂമിൻ്റെ സൈഡിൽ വെച്ചിട്ട് അലീന ദിലീപ് ഇവളെ അടിക്കാൻ ചെല്ലുകയും ഇവൾ ഓടി ക്ലാസ് ടീച്ചറിൻ്റെ റൂമിൽ കയറുകയും ചെയ്തു. ഇവള് ടൂർ കോർഡിനേറ്റർ ആയ സമയം നീ എന്താണ് ടൂർ കോർഡിനേറ്റർ ആയാൽ ഞങ്ങൾ 9 പേരും വരത്തില്ല, നീ മാറണം. അന്നേരം ടീച്ചറിനോട് നേരത്തെ അവൾ പോയി പറഞ്ഞിരുന്നതാണ്, ഞാൻ ടൂർ കോർഡിനേറ്റർ ഒന്നും ആവുന്നില്ല. അവളുടെ ബ്രദറിൻ്റെ അവിടെ പോകാനായിട്ട് 24-ാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നതുമാണ്. 24-ാം തീയതി പോയിട്ട് 28-ാം തീയതി വരാനായിട്ട്. അവൾ പോകുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. എന്നിട്ടും നിരന്തരം ഇവർ ഒരു കുട്ടിയെ വിളിച്ച് വാഷ്റൂമിൽ, ഇവർ വിളിച്ചാൽ ചെല്ലുകയില്ല പറഞ്ഞിട്ട് വേറൊരു കുട്ടിയെ കൊണ്ട് വിളിച്ച് വാഷ്റൂമിൻ്റെ അവിടെ കൊണ്ടുപോയാണ് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. എന്നിട്ടും കോളേജ് അധികൃതർ അതിന് ഒരു നടപടി എടുക്കാഞ്ഞുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഇങ്ങനെ മരണപ്പെട്ടത്. ഇത് കോളേജിൽ നിന്നാണോ ഹോസ്റ്റലിൽ നിന്നാണോ അനുഭവം? ഇത് രണ്ടാമത് പറഞ്ഞത് വാഷ്റൂമിൻ്റെ അവിടെ കൊണ്ടുപോയത് കോളേജിൽ നിന്നാണ്. പിന്നെ എൻ്റെ മകളുടെ ഒരു ലോഗ് ബുക്ക് ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമായിരുന്നു. ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ റൂമിൽ കയറുകയും അവിടെ അവളുടെ ബിലോങ്ങിങ്സ് കംപ്ലീറ്റ് വലിച്ചു വാരി നിലത്തിടുകയും എന്നിട്ട് അവളെ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അത് ഞാൻ ഈ പരാതി കൊടുത്തിരുന്ന 2 കുട്ടികളും കൂടാണ് ഇത് ചെയ്തത്. അന്നേരം ഈ ഹോസ്റ്റൽ വാർഡൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഒരു അധ്യാപികയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുടെ സാന്നിധ്യത്തിൽ വേണ്ട ഇത് ചെയ്യാൻ, അല്ലാതെ ഇവർ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കി എൻ്റെ കുഞ്ഞിനെ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് മോളിൽ നിന്ന് താഴെ വീണിട്ട് ഇവർ ആദ്യം പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ എന്താണ് ഹോസ്റ്റലിലോട്ട് വരുമ്പം മറിഞ്ഞ് വീണ് കാലിലൊരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ഹൈറ്റിൽ നിന്ന് വീണ് എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു ചെളി പോലും ഇല്ല. ആ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒരു ചെളി പോലും ഇല്ല, അവളുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഇല്ല. 4:30 വീണു എന്ന് പറഞ്ഞു, ഇപ്പം പറയുന്ന 5:30 വീണതെന്ന് പറയുന്നു വാർഡൻ പറയുന്നു. ഞങ്ങളിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളല്ലേ, ഞങ്ങൾ ഇതിനെ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾക്ക് ആകെ 2 കുട്ടികളാണുള്ളത്. ഞങ്ങളെന്താ പറയേണ്ടത്? ഞങ്ങളിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഞങ്ങൾക്ക് പോയത് പോയി. ശ്രീ സജീവ്, താങ്കളുടെ വിഷമം മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് ആത്മഹത്യയല്ല എന്ന് നിങ്ങൾ കരുതുന്നു? ആത്മഹത്യയല്ല, ഒരിക്കലുമല്ല. ഈ 9 കുട്ടികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. അതാണ് എൻ്റെ ആവശ്യം. കാരണം അതിൽ സത്യം തെളിയും. കാര്യം എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യത്തില്ല, എൻ്റെ മകളെ കൊന്നതാണ്.
അതിനുള്ള എല്ലാ സാഹചര്യ തെളിവുമുണ്ട്. ഇവർ ഹോസ്പിറ്റലിൽ ഒരാൾ പറയുന്നു 4:30-ക്ക് അവൾ മോളിൽ നിന്ന് വീണു എന്ന് പറയുന്നു, ഒരാൾ പറയുന്നു 5:30-ക്ക് വീണു എന്ന് പറയുന്നു. ഈ 4:30-ക്ക് വീണെങ്കിൽ 20 മിനിറ്റ് പോലും ദൂരമില്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ 5:30-ക്ക് എങ്ങനെ കൊണ്ടുവന്നു? എന്നാൽ നമുക്കൊന്ന് ആലോചിക്കാവുന്ന കാര്യങ്ങളല്ലേ. അല്ല, ഇതിലൊക്കെ ഇപ്പോൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണല്ലോ. ഇത്രയും തെളിവുകളുണ്ട് നിങ്ങളുടെ പക്കൽ. പോലീസ് എങ്ങനെയാണ്, അനുഭാവപൂർവമാണോ അന്വേഷിക്കുന്നത്? പോലീസ് നീതിയുക്തമായിട്ടാണ് ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാണ്? വീഴ്ചയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ലല്ലോ. അതിനി 2 ദിവസം എടുക്കുമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ കുറച്ചുകൂടി വ്യക്തത വരും എന്ന് കരുതുന്നില്ലേ? മകനും മരുമകളും വ്യക്തത വരും. ഈ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകുമെന്നുള്ള വിവരമുണ്ട്. അത് VC സാറ് ഇന്നലെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ വന്നിരുന്നു. പിന്നെ അവരുടെ അന്വേഷണ കമ്മിറ്റിയും വന്നിരുന്നു. അവരുടെ എല്ലാ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഈ ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചിട്ടുണ്ടോ? പരിശോധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടി എടുക്കുമെന്നും പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം സർവകലാശാലയുടെ സമീപനത്തിലും പ്രതീക്ഷയുണ്ടല്ലേ? ക്യാമറ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ കോളേജ് ബസ്സിൽ ക്യാമറ ഉണ്ടെങ്കിൽ, സാധാരണ ഇപ്പം പുതിയ നിയമമൊക്കെ വെച്ചിട്ട് കോളേജ് ബസ്സിൽ ക്യാമറ വേണമെന്നല്ലേ. അന്നേരം അവൾ 4 മണിക്ക് അവിടെ നിന്ന് കോളേജിൽ ഇറങ്ങിയ അവളുടെ ആ ഒരു നമുക്കൊരു രീതി മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കോളേജ് ബസ്സിലെ ക്യാമറയും കൂടെ ഒന്ന് ഇത് ചെക്ക് ചെയ്തായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു ആവശ്യം കൂടി പോലീസിന്റെ അടുത്ത് പറഞ്ഞിരുന്നോ? ക്യാമറ ഉണ്ടെങ്കിൽ പോലീസിനോട് പറഞ്ഞിരുന്നോ? എൻ്റെ മകൻ ഇന്ന് പറയും. അതായത് ബസ് മുതൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എൻ്റെ ഈ 9 കുട്ടികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. ഈ വിദ്യാർത്ഥികൾക്ക് മെമ്മോ കൊടുക്കുക മാത്രമാണ് നിലവിൽ ഒരു ഇത്രയും ഗുരുതരമായ ആരോപണം വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു സസ്പെൻഷൻ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ഇല്ല. ഇത് നേരത്തെ ഇവരെ ആലപ്പുഴ ഒരു പോസ്റ്റിങ്ങിന് കൊണ്ടുപോയ സമയത്ത് അന്ന് ഞാൻ ടീച്ചറിനോട് വിളിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ്. ഈ ഒരു പ്രൈവറ്റ് ഹോസ്റ്റലിലാണ് ഇവർ കുട്ടികളെ താമസിച്ചിരുന്നത്. അന്നേരം അതിൻ്റെ വാർഡനും ഒരു ലേഡി, ഈ അമ്മ ഉൾപ്പെടെ 25 കുട്ടികളുടെ ഒരു ഗ്രൂപ്പും വേറൊരു 25 പേരുടെ ഒരു ഗ്രൂപ്പുമായിരുന്നു. അന്നേരം ഇവരെ നിർബന്ധിച്ച് സെക്കൻഡ് ഷോയ്ക്ക് കൊണ്ടുപോയി ഹോസ്റ്റൽ വാർഡനെ. അന്നേരം അമ്മു എന്നെ വിളിച്ച് ചോദിച്ചു, അച്ഛാ പോട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ടെന്നാണ് പറഞ്ഞത്. അമ്മ ഒഴിച്ച് ബാക്കി 24 കുട്ടികളും അവരുടെ കൂടെ സെക്കൻഡ് ഷോയ്ക്ക് പോയി. അത് ടീച്ചർ അറിഞ്ഞു, പ്രിൻസിപ്പൾ അവരെ വാൺ ചെയ്ത് ഇതുമാണ്. ശരിയല്ലേ സാർ? അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അന്ന് തൊട്ടാണ് ഇവർക്ക് ഇവളോട് ഇത്ര വൈരാഗ്യം തോന്നിയത്.